വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് പോഹ മക്കാന ചിവട എന്നാണ് പറയുന്നത്. ഇത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു മിക്സർ എന്ന് തന്നെ പറയാം. നമ്മൾ സാധാരണ കഴിക്കുന്ന മിക്സറിനേക്കാളും ഒരു വളരെ ഹെൽത്തി ആയ ഒരു വേർഷനിലുള്ള മിക്സർ എന്ന് തന്നെ പറയാം. കാരണം ഇതിൽ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും ഒന്നിനൊന്ന് മെച്ചമുള്ളതാണ്. ഇതിൽ ചേർക്കുന്ന മക്കാന നമ്മുടെ ഹാർട്ടിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പീനട്ട്സ്, ബദാം, കാഷ്യൂ എല്ലാം വളരെ നല്ലതാണ്. അപ്പോൾ ഒരു നല്ലൊരു ഹെൽത്തി സ്നാക്സ് എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 കപ്പ് നമ്മളുടെ മെഷർമെൻറ്റ് കപ്പിൽ 3 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് മുർമുറെ പൊരി അല്ലെങ്കിൽ പഫ്ഡ് റൈസ് എന്നൊക്കെ പറയുന്നതാണ്. ഇത് ധാരാളമായിട്ട് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ്. അത് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഓൾറെഡി ഇത് നല്ല ഡ്രൈ ആയിരിക്കും, എന്നാലും എന്തെങ്കിലും മോയ്സ്ചർ ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടി ഒരു 2-3 മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് കൈ കൊണ്ട് ഞെരിക്കുമ്പം പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകുന്ന ആ ഒരു പാകത്തിൽ വേണം എടുക്കാൻ വേണ്ടി. ഇപ്പോൾ ഇത് നന്നായിട്ട് പൊടിഞ്ഞു പോയിട്ടുണ്ട്. ഇത് നമുക്കൊരു മറ്റൊരു ബൗളിലോട്ട് മാറ്റാം. ആ ഒരു പാനിൽ തന്നെ ഇതിലേക്ക് ഞാൻ വെള്ള അവലാണ് എടുത്തിരിക്കുന്നത്. അതും 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്നും നമുക്ക് ഇഷ്ടമനുസരിച്ച് എടുക്കാം കേട്ടോ. ഇത്ര മെഷർമെൻറ്റ് വേണമെന്നൊന്നും ഇല്ല. ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് എത്ര വേണമെങ്കിലും എടുക്കാം. അതും ഇതുപോലെ തന്നെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഒരു ഫ്രൈ ആയി വരുന്ന പാകമെന്ന് വെച്ചാൽ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് പൊടിയുന്ന ഒരു പാകമാണ്. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വേണം ഇത് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ദേ ഇത് ഞാൻ ആയിട്ടുണ്ട്. കണ്ട കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മറ്റൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ അതും മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിരിക്കുന്ന മക്കാനയാണ്. 1 കപ്പ് മക്കാന എടുത്തിട്ടുണ്ട്. അതും നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഒരു 1.5 കപ്പോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. ഇത് നന്നായി ഫ്രൈ ആയി വന്നില്ല എങ്കിൽ നമ്മുടെ പല്ലിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ വരും. അപ്പോൾ അത് പാകമായി എന്നറിയാൻ വേണ്ടി നമ്മൾ ഒരെണ്ണം എടുത്ത് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കടിച്ച് നോക്കുമ്പം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരുന്നുവെങ്കിൽ അത് കറക്റ്റായിട്ടുണ്ട്. അഥവാ സ്റ്റിക്കി പോലെ വരുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നമുക്കൊന്ന് ഫ്രൈ ആയോ എന്ന് കടിച്ച് നോക്കുമ്പം മനസ്സിലാവും. അത് കഴിഞ്ഞ് 1-2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. നന്നായിട്ട് ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. പല്ലിലൊട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല. ആ ഒരു പാകത്തിലെടുക്കുക. ഇനി ആ ഒരു പാൻ തന്നെ അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബദാം 2ആയിട്ട് കട്ട് ചെയ്തതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. അതും ഒരുവിധം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കാഷ്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം കാഷ്യൂ ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അളവ് ഞാൻ ആദ്യം പറഞ്ഞു, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം. വീണ്ടും പറയുന്നില്ല. അതുകൊണ്ട് അപ്പം അതൊന്ന് നന്നായിട്ടൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് നമുക്കിനി കിസ്മിസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കിസ്മിസും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഗോൾഡൻ കിസ്മിസാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി ഉണക്കിയതാണ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പാകം എന്ന് വെച്ചാൽ അതൊന്ന് വീർത്ത് വരും. ആ ഒരു പാകം വരെ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 1-2 മിനിറ്റ് മാത്രം ഇതൊന്ന് ഇളക്കിയാൽ മതി. ഇത് കണ്ടോ, ഇത് ഇപ്പോൾ അതേ എല്ലാം തന്നെ വീർത്ത് വന്നിട്ടുണ്ട്. ഇത് പാകമായിട്ടുണ്ട്. ഇനി ഞാൻ ആ ഒരു എണ്ണ ബാക്കി വന്നുള്ളത് സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഇത് നമുക്ക് മറ്റൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ അത് മറ്റൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ആ ഒരു എണ്ണയിൽ തന്നെ ഞാൻ പച്ചക്കപ്പലണ്ടിയാണ് കേട്ടോ ഇത്. പച്ചക്കപ്പലണ്ടി 1 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരു 5 മിനിറ്റോളം ഒന്ന് കണ്ടിന്യൂസ് ഇങ്ങനെ ഇളക്കി വറുത്ത് ആയി വരുമ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരും. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് തന്നെ വരും. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതേ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇതൊരു പൊട്ടിയായിട്ട് വരും. കണ്ടോ, ഇത് കണ്ടോ, ഇതുപോലെ പൊട്ടി വരും. അത് പൊട്ടി ഓപ്പണായിട്ട് ഇങ്ങനെ വരും. അതാണ് ഇതിൻ്റെ പാകം. കുറച്ചുകൂടി ഒന്ന് ഫ്രൈ ആകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാനിതിലേക്ക് പൊട്ടുകടല ഒരു 1/2 കപ്പോളം പൊട്ടുകടല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് നന്നായി, അത് ഓൾറെഡി ഇത് റോസ്റ്റഡ് ആണ്. പക്ഷേ ഇതിലേക്ക് എന്തെങ്കിലും മോയ്സ്ചർ ഉണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ പൊട്ടുകടലയും നമ്മുടെ കപ്പലണ്ടിയും തന്നെ ഫ്രൈ ആയി വന്നോളും. ഇനി ഇതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി തൊലിയോടുകൂടി ചതച്ചതാണ്, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളെല്ലാം തന്നെ പൊട്ടുകടലയും കപ്പലണ്ടിയും എല്ലാം തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ടാവും. അപ്പോൾ വെളുത്തുള്ളി ഒരുവിധം പാകമാകുമ്പോൾ ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില ഇട്ടിട്ട് 1-2 മിനിറ്റോളം ഇങ്ങനെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക.
കറിവേപ്പിലയുടെ പാകം എന്ന് പറഞ്ഞാൽ നന്നായിട്ടൊന്ന് ക്രിസ്പി ആയി വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിപ്പോൾ കറക്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നൊരു മഞ്ഞൾ കളർ കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പിങ്ക് സോൾട്ടാണ്. ഒരു 1/4 ടീസ്പൂണോളം പിങ്ക് സോൾട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ചൊരു സാധാ സോൾട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അംചൂർ പൗഡർ ഉണ്ടെങ്കിൽ അതിടുക, അല്ലെങ്കിൽ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ അതിടുക. ഒരു 3/4 ടീസ്പൂണോളം ചാറ്റ് മസാലയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ആ ഒരു മസാലയൊക്കെ ഒരു ചെറിയൊരു പച്ചമണം മാറുന്നവരെ 1 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമ്മളിത് ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബദാമും കാഷ്യൂവും കിസ്മിസും കൂടിയുള്ള ആ ഒരു മിക്സും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മക്കാന, പോഹ, ആ മുറുമുറെ ആ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു എന്താ പറയുക, എല്ലാം നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേ ഞാൻ ഇപ്പോൾ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും എത്തുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി ഈ ഒരു വിസ്ക് കൊണ്ട് പറ്റുന്നില്ല എങ്കിൽ ഒരു എന്താ പറയുക 2 സ്പൂൺ എടുത്തിട്ട് ജസ്റ്റ് 2 കൈ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതിയാവും. എന്തായാലും എല്ലാ ഭാഗത്തും എല്ലാം എത്തുന്ന രീതിയിലൊന്ന് ആ ഒരു കളറും മസാലയെല്ലാം നന്നായിട്ട് എത്തുന്നവരെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനതേ ഒരു കയ്യിലെടുത്തിട്ട് കുഴിവൻ കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫ്ലെയിം ഇപ്പം വളരെ ലോയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. വേണമെങ്കിൽ ഇത് ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 2-3 മിനിറ്റോളം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പം ആ ഒരു മസാല എല്ലാ ഭാഗത്തും എത്തും. ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കണം. കണ്ടോ, എല്ലാം തന്നെ നന്നായിട്ട് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിതിന് മാറ്റാം. ഈ ഒരു പാനിൽ നിന്ന് മറ്റൊരു ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുക. പൊടിച്ച പഞ്ചസാര ഇടുമ്പോഴാണ് നല്ലത്. ഫ്ലെയിം ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം മാത്രം ഇടുക. കാരണം ചൂടോടുകൂടി ഇട്ടാൽ പഞ്ചസാര മെൽറ്റാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ചൂടൊന്ന് താറിയതിന് ശേഷം പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ പോഹ, മക്കാന, ചിവിട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ കഴിക്കുന്ന മിക്സറിനേക്കാളും വളരെ ഹെൽത്തിയായ ഒന്ന് തന്നെയാണ്. ഇതിൽ മക്കാന ചേർത്തിരിക്കുന്നത് കൊണ്ട് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ എല്ലാം നല്ല കാൽസ്യവും വൈറ്റമിൻസും നിറഞ്ഞതാണ്. എന്താ പറയുക, ബദാമും അതുപോലെ തന്നെ അതുപോലെ കാഷ്യൂം എല്ലാം. അതുപോലെ മക്കാന ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, മക്കാന കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഹൃദയ ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു നട്ട്സ് കൂടിയാണ് മക്കാന. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലത് തന്നെയാണ്. സാധാരണ മിക്സർ കഴിച്ച് നമ്മളുടെ ആരോഗ്യം കളയുന്നതിനേക്കാളും വളരെ നല്ലതാണ് ഇങ്ങനെയൊരു എന്താ പറയുക സ്നാക്സ് ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.